Good morning, students. Last class we studied the frequency distribution graph. In this we already studied what is histogram. Today I am going to take once again what is histogram. Okay, histogram is a graph of a frequency distribution in which the class intervals are plotted on the x-axis and their respective frequencies on the y-axis. എന്താണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് പറഞ്ഞേ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫാണ്. ഇൻ വിച്ച് അതിൻ്റെ അകത്ത് എന്താണ്, ക്ലാസ് ഇൻ്റർവെൽസുകൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിലും അതിൻ്റെ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് വൈ ആക്സിസിലുമാണ്. പിന്നെന്താ പറഞ്ഞത്, ഇറ്റ് ഈസ് എ 2 ഡയമെൻഷണൽ ഗ്രാഫ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു 2 ഡയമെൻഷണൽ ഗ്രാഫ് ആണ്. ഇനി അതിൻ്റെ പോയിൻറ്റ്സ് എന്താ പറഞ്ഞിരിക്കുന്നത്, histogram is a very popular method of presenting continuous series. എന്താണ്, കണ്ടിന്യൂസ് സീരീസ് പോലെയുള്ള ഡേറ്റകൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വളരെ പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹിസ്റ്റോഗ്രാം ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. Okay, a histogram is never drawn for a discrete variable. Histogram എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെന്താ പറഞ്ഞേ, ഹൈറ്റ് ഓർ ലെങ്ത് ഓഫ് ഈച്ച് റെക്റ്റാങ്കിൾ ഷോസ് ദ ഫ്രീക്വൻസീസ് ഓഫ് ദ ക്ലാസ്. അതായത് ഈ ഓരോ റെക്റ്റാങ്കുലറിൻ്റെയും ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും, അതിൻ്റെ ആ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ക്ലാസ് ഇൻ്റർവെൽസ് ആൻഡ് ബ്രെഡ്ത്ത് ഇൻഡിക്കേറ്റ്സ് ദ സൈസ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽസ്. അതിൻ്റെ ബ്രെഡ്ത്ത്, അതായത് റെക്റ്റാങ്കുലറിൻ്റെ വണ്ണം എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെയർഫോർ ടോട്ടൽ ഏരിയ കവർ ബൈ ഹിസ്റ്റോഗ്രാം റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ ഫ്രീക്വൻസീസ്. അപ്പോൾ എന്താണ്, ഹിസ്റ്റോഗ്രാം കവർ ചെയ്യുന്ന ടോട്ടൽ ഏരിയ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്താ പറയുന്നത്, ഈച്ച് റെക്റ്റാങ്കിൾ ഈസ് അഡ്ജസൻറ്റ് ടു അതർ ടു ഗീവ് എ കണ്ടിന്യൂസ് പിക്ചർ. ഓരോ റെക്റ്റാങ്കുലറും മറ്റൊന്നുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും വരയ്ക്കുന്നത്, എന്തിനു വേണ്ടി, ഒരു കണ്ടിന്യൂസ് പിക്ചർ കിട്ടാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ്. അതായത് ഹിസ്റ്റോഗ്രാം പോലെയുള്ള ഗ്രാഫ്സ് വരയ്ക്കുമ്പോൾ 2 രീതി വരയ്ക്കാം. ഒന്ന്, നമുക്ക് ഈക്വലായിട്ടുള്ള ക്ലാസ് ഇൻ്റർവെൽസ് ആണ് തരുന്നെങ്കിൽ ഡയറക്റ്റ്ലി വരയ്ക്കാം. അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് ആണ് തരുന്നെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസീസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ 2 തരത്തിലാണുള്ളത്. ഒന്ന്, ഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ്. ഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് പറയുന്നത്, ഇൻ കേസ് ഓഫ് ഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് ദ ഹൈറ്റ് ഓഫ് ഈച്ച് റെക്റ്റാങ്കിൾ ഈസ് taken to be equal to the frequencies of the corresponding classes. എന്താണ്, ഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് ആണ് തരുന്നതെങ്കിൽ റെക്റ്റാങ്കുലറിൻ്റെ ഹൈറ്റ് നമ്മൾ എന്തെടുക്കും, അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ്സസിന് എന്താണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് ഫ്രീക്വൻസിക്ക് ഈക്വലായിട്ട് നമ്മൾ വരയ്ക്കും. മനസ്സിലായോ? ഇൻ ദിസ് കേസ്, ഈ കേസിൽ ഓൺ ദ എക്സ് ആക്സിസ് ഈച്ച് ക്ലാസ് ഇൻ്റർവെൽസ് ഈസ് ഡ്രോൺ. എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്ലാസ് ഇൻ്റർവെൽസും വരയ്ക്കും. ഇൻ വിച്ച് വിഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽസ്. റെക്റ്റാങ്കുലറിൻ്റെ വിഡ്ത്ത് എന്തിന് ഈക്വലാണ്, അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽസിന്, അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മാഗ്നിറ്റ്യൂഡിനോട് ഈക്വലാണ്. ഇനി അടുത്ത പറയുന്നത് എന്താ, ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിസിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നത്, വി പ്ലോട്ട് ദ ഫ്രീക്വൻസീസ്. ഇതിൻ്റെ ഫ്രീക്വൻസീസ് ആണ് നമ്മൾ എവിടെ വരയ്ക്കുന്നത്, വൈ ആക്സിസിൽ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ എക്സാമ്പിൾ വരച്ചിരിക്കുന്ന ഫിഗർ തെറ്റാണ്, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഗ്രാഫ് പേപ്പറിൽ ഹിസ്റ്റോഗ്രാമിൻ്റെ ഗ്രാഫ്സ് വരച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 225 സ്റ്റുഡൻസ് ഓഫ് എ കോളേജ് ഈസ് ഗിവൺ ബിലോ. അതായത് ഒരു കോളേജിലെ 225 സ്റ്റുഡൻസിൻ്റെ മാർക്സ് നമുക്ക് എന്ത് ചെയ്യണം, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് പോലെ അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം ഗ്രാഫ് പോലെ നമുക്ക് വരയ്ക്കണം. അതിൻ്റെ ഡേറ്റ തന്നിട്ടുണ്ട്. ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മാർക്കാണ്. മാർക്സ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്, 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. അപ്പോൾ ഇതിൻ്റെ
ക്ലാസ് ഇൻ്റർവെൽസ് എന്താ ഈക്വൽ അല്ലേ, ഓരോന്നിൻ്റെ ഡിഫറൻസ് എന്താ 10 ആണ് ഡിഫറൻസ് അല്ലേ, മാഗ്നിറ്റ്യൂഡ് 10 വരുന്ന രീതിയിലാണ് ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് ഇൻ്റർവെൽസ് ഈക്വൽ ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്താണ് 30, 45, 55, 60, 35 എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് വരയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഗ്രാഫ് പേപ്പർ എടുക്കുക, എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുക, എന്നിട്ട് സ്കെയിലിൽ നമ്മൾ എടുക്കുന്ന വിഡ്ത്ത് അല്ലെങ്കിൽ അത് എത്ര സെൻറ്റിമീറ്റർ വെച്ചാണ് എടുക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസും കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഓരോന്നും എഴുതി 10 മാർക്സ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ 10 മാർക്സ്, അതായത് 0 to 10 എടുത്തിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ, 10 to 20 എടുത്തിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ. ആ രീതിയിലാണ് വരച്ചിരിക്കുന്നത്. വൈ ആക്സിസും എടുത്തിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ ഡിഫറൻസസിലാണ്. അപ്പോൾ ആദ്യം നോക്കിയേ, ഗ്രാഫ് ഒന്നുകൂടെ പറയുകയാണ്, ഈ ഗ്രാഫ് തെറ്റാണ് കേട്ടോ, ഞാൻ കറക്റ്റ് ഗ്രാഫ് നിങ്ങൾക്ക് വരച്ചിട്ട് തരാം. ഓക്കെ, അപ്പം 0 to 10 എന്ന് പറയുന്നതിൽ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് 0 മുതൽ 10 വരെയല്ല പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് നിങ്ങൾ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എക്സ് ആക്സിസ് നമ്മൾ വരച്ചു, വൈ ആക്സിസ് കറസ്പോണ്ടിങ് ആയിട്ട് 0, 10, 20, 30, 40 ആ ഒരു റേഞ്ചിൽ നമ്മൾ കൊടുത്തു. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് 0 to 10. അപ്പോൾ 0 മുതൽ 10 വരെയുള്ള വിഡ്ത്ത് എടുക്കണം. ഞാൻ അടുത്ത ഗ്രാഫ് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി കാണിക്കുകയാണ്. ഇതേപോലെ ഇപ്പോൾ 0 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 10 വരെ എടുക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് നോക്കുക. ഇപ്പോൾ 5 ആണ് ഇവിടെ ആദ്യത്തേത്, സോ 5 സെലക്ട് ചെയ്തു. മറ്റടുത്ത് 30 ആണെന്ന് തോന്നുന്നു, അപ്പോൾ 30 സെലക്ട് ചെയ്യുക കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഹിസ്റ്റോഗ്രാം ഗ്രാഫിൽ റെക്റ്റാങ്കിൾക്കിടയ്ക്ക് എന്ത് വരത്തില്ല, സ്പേസ് വരത്തില്ല, അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത്. കാരണം ഇൻ്റർവെൽസ് ഫുൾ നമ്മൾ എടുക്കുന്നുണ്ട്. 0 to 10 എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെയാണ് അതിൻ്റെ വിഡ്ത്ത്. പിന്നെ എത്ര ആണോ ഫ്രീക്വൻസീസ് നോക്കി വൈ ആക്സിസ് നോക്കി നമ്മൾ വരയ്ക്കുകയാണ്. അടുത്ത 10 to 20 എന്ന് പറയുമ്പോൾ ഈ 10 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരത്തില്ല, സ്പേസ് വരത്തില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ ഫിഗർ വരുന്നത്. ചെറിയ വേരിയേഷനേ വരത്തുള്ളൂ. ക്ലാസ് ഇൻ്റർവെൽസിന് ഇവിടെ വേരിയേഷൻ ഉണ്ട്. നമ്മുടെ ഹിസ്റ്റോഗ്രാം ഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് ആകുമ്പോൾ വേരിയേഷൻ വരത്തില്ല, ഒരേ വിഡ്ത്തിലായിരിക്കും വരുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഏകദേശം ഈ മോഡൽ സ്പേസ് ഇല്ലാതാണ് കേട്ടോ, ഞാൻ വരച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ഡ്രോ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്, unequal class intervals are given. മുമ്പത്തെ ഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഞാൻ നോട്ട്സായിട്ട് അത് ഫിഗർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്ത അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് ആർ ഗിവൺ. അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് ആണ് തരുന്നതെങ്കിൽ അവിടെ എന്താ പറയുന്നത്, ഇൻ കേസ് ഓഫ് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് എന്താണ്, അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ കേസസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീക്വൻസീസ് ആർ ഫസ്റ്റ് അഡ്ജസ്റ്റഡ് ബിഫോർ കൺസ്ട്രക്റ്റിംഗ് ദ ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കണം, എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം, ഫ്രീക്വൻസീസ് അഡ്ജസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ്. അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് കഴിഞ്ഞപ്പോൾ ആദ്യം 0 to 10 തന്നു, പിന്നെ തരുന്നത് എന്താ 20 to 40. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ്. ആദ്യത്തെ 10 ഉള്ളൂ ഡിഫറൻസ്, രണ്ടാമത്തെ 20 ഡിഫറൻസ് വരുന്നു. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത്, അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ്. അപ്പോൾ അതേപോലെയുള്ള ക്ലാസ് ഇൻ്റർവെൽസ് തരികയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫ്രീക്വൻസീസ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് വരയ്ക്കാനായിട്ട്, ഹിസ്റ്റോഗ്രാം ഗ്രാഫ് വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇനി സ്റ്റെപ്സ് നീഡഡ് ടു അഡ്ജസ്റ്റ് ആൻഡ് ഫ്രീക്വൻസീസ്. അപ്പോൾ ഫ്രീക്വൻസീസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ വിഡ്ത്ത് ഓഫ് ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ, ടേക്ക് ദിസ് വിഡ്ത്ത് ആസ് ദ സ്റ്റാൻഡേർഡ് വൺ. എന്താണ്, ആദ്യം ക്ലാസ് ഇൻ്റർവെൽസിൽ ഏറ്റവും ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ വിഡ്ത്ത് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽസ് ഇപ്പോൾ 0 to 10 ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എന്തായിരിക്കും, 10 അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് എത്ര, 10. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി എന്നിട്ട് അതിനെ വെച്ചിട്ട് വേണം ഇനിയും ചെയ്യാനായിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ വിഡ്ത്ത് ഓഫ് അതർ ക്ലാസ്സസ്. ബാക്കിയുള്ള ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ വിഡ്ത്ത് കൂടെ നോക്കുക. എന്നിട്ട് ആൻഡ് കാൽക്കുലേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ക്ലാസ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ക്ലാസ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഇക്വേഷനാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. എന്താണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ഫോർ എനി ക്ലാസ്. ഏതൊരു ക്ലാസ്സിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ക്ലാസ്, ആ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ വിഡ്ത്ത്. ഓക്കെ, അതെഴുതുക, ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് ദ ലോവസ്റ്റ് ക്ലാസ്. ലോവസ്റ്റ് ക്ലാസ്സിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ 20 to 40 ആണ് ഒരു ക്ലാസ് എങ്കിൽ അതിൻ്റെ വിഡ്ത്ത് 20. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ നമ്മുടെ ലോവർ ക്ലാസ്സിൻ്റെ വിഡ്ത്ത് 10 ഉള്ളെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 10. ആ രീതിയിൽ ഫ്രീക്വൻസീസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു.
ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ ഫാക്ടർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്രീക്വൻസീസ് ഓഫ് ദ ക്ലാസ്സസ് വിത്ത് ദ ലോവസ്റ്റ് വിഡ്ത്ത് ആർ നോട്ട് changed and frequencies of all other classes are adjacent by dividing it with the adjustment factor. ആദ്യം എന്ത് ചെയ്യാം, ഫ്രീക്വൻസീസ് ഓഫ് ദ ക്ലാസ്സസ് ലോവസ്റ്റ് വിഡ്ത്തുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആർ നോട്ട് ചേഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻസീസ് ഓഫ് ഓൾ അതർ ക്ലാസ്സസ് ആർ അഡ്ജസ്റ്റ്. അതായത് അത് നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ ഫ്രീക്വൻസീസുമായിട്ട് ഈ കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. മനസ്സിലായോ? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കൊണ്ട് നമ്മളത് നമ്മുടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇനി നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കിക്കേ. പ്രിപ്പയർ ഹിസ്റ്റോഗ്രാം ഫോർ ദ ഫോളോയിങ് ഡേറ്റ. നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റ കണ്ടോ, മാർക്സ് 0 to 10, 10 to 20, 20 to 30, ഇത്രയും ക്ലാസ് ഇൻ്റർവെൽസ് സെയിമാണ്. അടുത്ത് 30 to 60 ക്ലാസ് ഇൻ്റർവെൽസ് ഡിഫറെൻറ്റാണ്. വന്നിരിക്കുന്ന വ്യത്യാസം എത്രയാണ്, 10, 20, 30 ഡിഫറൻസ് വന്നു. 60 to 80 ക്ലാസ് ഇൻ്റർവെൽസ് ഡിഫറെൻറ്റാണ്, 20 ഡിഫറൻസ് വന്നു. അടുത്ത് എന്താ വന്നിരിക്കുന്നത്, 80 to 90 അത് ക്ലാസ് ഇൻ്റർവെൽസ് 10 ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ 30 to 60യും 60 to 80യും എന്താ ക്ലാസ് ഇൻ്റർവെൽസ് തെറ്റാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ നമ്മൾ ആദ്യം കാണണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കാണുന്നു. സൊല്യൂഷൻ്റെ അകത്ത് പറയുന്നത് എന്താ, ഇൻ ദ ഗിവൺ എക്സാമ്പിൾ ക്ലാസ് ഇൻ്റർവെൽസ് ആർ അൺഈക്വൽ, therefore for preparing histogram the frequencies are not to be adjusted അല്ലേ. അപ്പം നമുക്ക് ഹിസ്റ്റോഗ്രാം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഫ്രീക്വൻസീസ് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്തെടുത്തു, ദ വിഡ്ത്ത് ഓഫ് ദ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽസ്. ഇവിടുത്തെ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ വിഡ്ത്ത് ഏതാ, 0 to 10 ആണ്. അപ്പോൾ അതിനെ സ്റ്റാൻഡേർഡ് ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു, സ്റ്റാൻഡേർഡ് 1 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 10 ആണ് ഡിഫറൻസ്. സെക്കൻഡ് വൺ എടുക്കുന്ന കാൽക്കുലേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഫോർ എന്തിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, 30 to 60ക്കും 60 to 80 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 30 to 60 എന്ന് പറഞ്ഞു കഴിയുമ്പം ഡിഫറൻസസ് 30 ആണ്. 30 ഡിവൈഡഡ് ബൈ ലോവസ്റ്റ് ക്ലാസിൻ്റെ വിഡ്ത്ത് ദാറ്റ് ഈസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 3. അടുത്ത എന്താ, 60 to 80യിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ 20 ആണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 2. അപ്പോൾ 3 2 2 അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ നമുക്ക് കിട്ടി. ഇനി സ്റ്റെപ്പ് 3ക്കകത്ത് പറയുന്നത് എന്താ, ദ വിഡ്ത്ത് ഓഫ് 30 to 60 ഈസ് 30 വിച്ച് ഈസ് ത്രൈസ് ഇൻ കമ്പാരിസൺ ഓഫ് ടു ദ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽസ് അല്ലേ. അതിൻ്റെ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 വട്ടം അത് കൂടുതലാണ് അല്ലേ. സോ ഇറ്റ്സ് ഫ്രീക്വൻസീസ് വിൽ ബി ഡിവൈഡഡ് ബൈ 3. അതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം 30 to 60യുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ആണ്. അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സിമിലർലി വിഡ്ത്ത് ഓഫ് 60 to 80യുടെ വിഡ്ത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 times ആണ്, മോർ ദാൻ ദ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽസ്. ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽസിനേക്കാളും 2 times കൂടുതലാണ്. സോ നമ്മൾ അതിനെ എന്തെടുക്കുന്നു, 2 കൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യുന്നു. ഇനി നമ്മളുടെ ന്യൂ ടേബിൾ നോക്കുക. ന്യൂ ടേബിളിലെ മാർക്സ് നമ്മൾ എഴുതുന്നു, 0 to 10, 10 to 20. അത് കറസ്പോണ്ടിങ് ക്വസ്റ്റ്യനിലെ ക്ലാസ് ഇൻ്റർവെൽസ് അതേപോലെ കൊടുക്കുന്നു, നമ്പർ ഓഫ് സ്റ്റുഡൻസും അതേപോലെ കൊടുക്കുന്നു. ഇനി ചേഞ്ച് ചെയ്യേണ്ടത് എന്താണ്, ഫ്രീക്വൻസീസ്. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ആണ് നമ്മുടെ ഫ്രീക്വൻസി, അതാണ് ചേഞ്ച് ചെയ്തതുണ്ട്. അപ്പം നെക്സ്റ്റ് കോളം കൊടുക്കുക, അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസീസ് ഫോർ ഹിസ്റ്റോഗ്രാമിൻ്റെ അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി. ആദ്യത്തേന് ചേഞ്ച് ഇല്ല, രണ്ടാമത്തേന് ചേഞ്ച് ഇല്ല, മൂന്നാമത്തേന് ചേഞ്ച്. അപ്പോൾ 3ഉം കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എടുത്തെഴുതി. ഫോർത്ത് വൺ എന്ന് പറയുന്നത് 30 to 60, അവിടെ വേരിയേഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചത് എന്താ, ഫ്രീക്വൻസിയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു. സോ 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ന്യൂ ഫ്രീക്വൻസി കിട്ടിയിരിക്കുന്നത് 6. അടുത്ത് 60 to 80 കിട്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ 2 ആണ്. സോ 2 കൊണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയ ഫ്രീക്വൻസിയെ 4നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 4 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പം പുതിയ ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാണ്, 5 10 4 6 2 3 9. ഇനി ഇത് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ ഫിഗർ നോക്കിക്കേ. ഫസ്റ്റ് ഏത് ഫിഗർ എഴുതിയാലും ഫസ്റ്റ് സ്കെയിൽ എക്സ് ആക്സസിൽ എത്ര നമ്മൾ എടുക്കുന്നത്, വൈ ആക്സസിൽ എത്ര എന്നുള്ളത് മെൻഷൻ ചെയ്യുക, ദെൻ വരയ്ക്കുക. എന്നിട്ട് കണ്ടോ 0 to 10 5 ആയിരുന്നു. നോക്കിക്കേ 0 to 10 5 അല്ലേ. അപ്പം 5 നമ്മൾ കറസ്പോണ്ടിങ് എടുത്തു. 0 മുതൽ 10 വരെയുള്ളതിൽ
എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് 5 കൊണ്ട് നിർത്തി. അടുത്ത 10 to 20 എന്നുള്ളത് 10 ആയിരുന്നു, അപ്പം മുകളിൽ വരെ പോയി. 20 to 30 എന്നുള്ളത് 4 ആയിരുന്നു, 4 വരെ. 30 to 66 ആയിരുന്നു, 6 വരെ എടുത്തു. അങ്ങനെ നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചു. അപ്പം അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് ആണെങ്കിൽ ആദ്യം അതിൻ്റെ എന്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, ക്ലാസ് ഇൻ്റർവെൽസ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കൊണ്ട് നമ്മുടെ ഫ്രീക്വൻസീസിനെ ആ വേരിയേഷൻ ഉള്ളതിൻ്റെ ഫ്രീക്വൻസിയെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ന്യൂ ഫ്രീക്വൻസീസിൽ വരയ്ക്കുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.